കണ്ണ, വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നേരെ ഒരുപാടായി. അച്ഛാ വഴക്കു പറയും. തിയേറ്ററിൽ നിന്നിറങ്ങിയ അവൾ കണ്ണൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു. അമ്മാവനൊന്നും പറയത്തില്ല. നീ വാടി, നമുക്ക് ആ ബ്രിഡ്ജ് കാണാൻ പോവാം. രാത്രിയിൽ നീ കണ്ടിട്ടില്ലല്ലോ. ബൈക്കിനടുത്ത് എത്തിയതും അവളെ മുന്നിലേക്ക് നിർത്തി അവൻ ചോദിച്ചു. അവൾ ചുണ്ടു കൂർപ്പിച്ചു. അച്ഛ കാത്തിരിക്കുവേടാ, നമ്മളെ കണ്ടില്ലേ ടെൻഷനാവും, അവൾ ദയനീയമായി പറഞ്ഞു. ഇല്ലടി, നീ വാ പ്ലീസ്. നിന്റെ കൂടെ അവിടെ പോകാൻ ഒരുപാട് കൊതിച്ചതാണ്. എൻ്റെ മുത്തല്ലേ. അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ കൈ പിടിച്ചു. എന്തുകൊണ്ടോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഓക്കെ, പക്ഷേ വേഗം തിരിച്ചു വരണം, ഇല്ലെങ്കിൽ രാത്രിയുള്ള ഈ കറക്കം അച്ഛ അവസാനിപ്പിക്കും. കള്ളദേശത്തോടെ അവൾ അവനെ നോക്കിയതും അവൻ്റെ മുഖം വിടർന്നു. ഇല്ല ഇല്ല, വേഗം വരാം. അതും പറഞ്ഞവൻ ബൈക്കിൽ കയറി. ചിരിയോടെ അവളും പുറകിൽ കയറിയിരുന്നു. അച്ചുട്ടാ, പിടിച്ചിരുന്നോ? മുഖം ചെരിച്ചവൻ പറഞ്ഞു. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറത്ത് തലവെച്ച് കിടന്നു. ഒരു ഇരമ്പലോടെ അവൻ്റെ ബൈക്ക് അവിടെ നിന്ന് മുന്നോട്ട് പാഞ്ഞു. ഇരു സൈഡിലും നിഗൂഢമായ ഇരുട്ട്, നീണ്ടുകിടക്കുന്ന വിജനമായ വഴിത്താര. നേരം ഒരുപാട് വൈകിയതുകൊണ്ടാവാം വാഹനങ്ങൾ നന്നേ കുറവായിരുന്നു. രാത്രിയിലെ തണുത്ത കാറ്റിനെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ടവൾ അവനോട് ചേർന്നിരുന്നു. പെട്ടെന്ന് ബൈക്കിന് മുന്നിലേക്ക് ഒരു കാറ് വന്നു നിന്നു. പെട്ടെന്നായതുകൊണ്ട് കണ്ണൻ്റെ ബാലൻസ് പോയി. ബൈക്ക് സൈഡിലേക്ക് മറിഞ്ഞു. അവളുടെ മുഖത്തേക്ക് ചോര തെറിച്ചു. ഉയർന്ന ശ്വാസത്തോടെ അച്ചു ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങി. കണ്ണുകൾ തുറിച്ചു വന്നു. കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു. കാലുകൾ പിടച്ചു. അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു. കണ്ണുകൾ ചുവന്നു കലങ്ങി. വലങ്കായി ഉയർത്തി അടുത്ത് കിടക്കുന്ന ബദ്രിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കഴുത്തിലെ മാലയിൽ പിടിച്ചു വലിച്ചു. മരണം പോലും മുന്നിൽ കണ്ടിരുന്നു അവൾ. അവളുടെ ശ്വാസഗതി ഉയർന്നു. വല്ലാതെ വിയർത്തു. ശരീരം തളർന്നു പോകുന്നു. ഷർട്ടിൽ ആരോ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് ബദ്രി ഉറക്കച്ചുവയുടെ കണ്ണുകൾ തുറന്നത്. അടുത്ത് കിടന്ന് പിടക്കുന്ന അച്ചുവിനെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റു. മോളെ. അവൻ അവളുടെ കൈ പിടിച്ചു. പൊടുന്നനെ അവളുടെ കൈ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകി. നഖം കയ്യിൽ ആഴ്ന്നിറങ്ങി. ബദ്രി അവളെ അണച്ചു പിടിച്ചു. ടേബിളിലിരുന്ന ഇൻഹീലർ എടുത്ത് ഷേക്ക് ചെയ്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. സ്പ്രേ ചെയ്തു. അച്ചു ആഞ്ഞു ശ്വാസം എടുത്തു. അവളുടെ കാൽവിരകൾ ബെഡിൽ അമർന്നു. ബദ്രി പതിയെ അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. അച്ചു നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. ബദ്രി അവളെ ചേർത്തി പിടിച്ചിരുന്നു. കിണ്ണാ. അവൻ്റെ ഷർട്ടിൽ മുഖമമർത്തി അവൾ വിളിച്ചു. വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അവൾ. എന്തടാ? ബദ്രി അവളുടെ പുറത്ത് പതിയെ തലോടിക്കൊണ്ടിരുന്നു. ചോര പറയാൻ അവൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. ബദ്രി മുഖം താഴ്ത്തി അവളെ. ചോരയോ? എന്താ അച്ചൂട്ടാ പറയണേ? അച്ചുൻ്റെ മുഖത്തൊക്കെ ചോര. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവ കവിളിലൂടെ ഒലിച്ചിറങ്ങി. നെറ്റിയിൽ നിന്നും വിയർപ്പ് ചാലിട്ടൊഴുകി. ബദ്രി അവളുടെ പുരികക്കൊടികൾക്കിടയിൽ മൃദുവായി ചുംബിച്ചു. ചോരയൊന്നുമില്ല അച്ചൂട്ടാ, മോൾക്ക് തോന്നിയതാവും. അവൻ അവളുടെ മുഖം നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. അച്ചു വിറക്കുന്ന കൈ ഉയർത്തി അവളുടെ മുഖത്ത് പരതി നോക്കി. ഇല്ലേ? ചോരയില്ലേ? അവൾ നെഞ്ചിരിപ്പോടെ ചോദിച്ചു. ഇല്ല. അച്ചൂട്ടി ഉറങ്ങിക്കോ. അവൻ അവളെ കട്ടിലേക്ക് ചായച്ചു കിടത്തി. ഉറങ്ങിക്കോ. പിന്നെയും അവനെ നോക്കിക്കിടക്കുന്ന അച്ചുവിനെ കണ്ട് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ അപ്പോഴും ചെറുതായി കിതക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? പേടി സ്വപ്നം വല്ലതും കണ്ടോ? അവൻ അവൾക്ക് അരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ചോര കണ്ടു. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ കഴുത്തിലും മുഖത്തും എല്ലാം തലോടി. ബദ്രി അവളുടെ കൈ പിടിച്ച് ചുണ്ടോട് ചേർത്തു. പേടിക്കണ്ട, കിണ്ണനില്ലേ? ദേ, അച്ചൂട്ടി പേടിച്ച നമ്മുടെ പാറുകുട്ടിക്കും സങ്കടാവും. മെല്ലെ അവൻ അവളുടെ വയറിൽ തഴുകി. കിണ്ണൻ അച്ചുവിൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവന് ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. നിന്റെ അച്ചുവിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെയാ ഞാനുണ്ടാവുക? ഞാനുണ്ട്, ഇപ്പോൾ ഉറങ്ങിക്കോ. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ ഹൃദയമെടുപ്പ് കേട്ടവൾ ഉറക്കത്തിലേക്ക് വീണു. അവൾ ഉറങ്ങുന്നത് നോക്കി അവൻ ഉറങ്ങാതെ കിടന്നു. എന്നാടി നിന്റെ ക്ലാസ് കഴിയുക? പുല്ല്. ഞാനിങ്ങനെ പുര നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ദേഷ്യത്തോടെയുള്ള ശങ്കറിൻ്റെ ചോദ്യം കേട്ട് അമ്മാളു വാപ്പുത്തി ചിരിച്ചു. എന്തടി കിണിക്കണേ? വല്ലാണ്ട് ചിരിക്കല്ലേ. ഒന്നങ്ങ് തരും ഞാൻ. നിന്റെ പഠിത്തം ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ച് മനുഷ്യൻ ഇവിടെ കാത്തിരിക്കുക. മുണ്ട് മടക്കിയെടുത്തവൻ ഇടഞ്ഞവളെ നോക്കി. അവൾ അപ്പോഴും ചിരിക്കുകയായിരുന്നു. മാളു. അവൻ ശബ്ദമുയർത്തി ഒരു താളത്തിൽ വിളിച്ചു. ഉണ്ണിയേട്ടനിപ്പോൾ എന്താ വേണ്ടേ? കോളേജിൽ പോണ എൻ്റെ വഴി മുടക്കി ഈ വന്നു നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ചിരിയോടെ പുരിക ഉയർത്തി കാണിച്ചവൻ അവളെ നോക്കി. എന്നെ എപ്പോൾ കെട്ടും? അതെനിക്കറിയണം. എനിക്ക് വയ്യ ഇനിയും കാത്തിരിക്കാൻ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ കെട്ടാം. അവളുടെ കണ്ണുകൾ കുസൃതി നിറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും വിദഗ്ധമായി അതിനെ മറച്ചുകൊണ്ട് അവൻ കൈകെട്ടി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ദാ, ഞാൻ റെഡി. അവൾ കൈ നിവർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം അവൻ അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. കെട്ടട്ടെ?
അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി അവൻ പറഞ്ഞു. കെട്ടിക്കും. അവളും അവനിൽ മുഴുകിച്ചേർന്നു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവളിൽ നിന്ന് അകന്നു നിന്നു. തൽക്കാലം ഇന്ന് വേണ്ട, പക്ഷേ വീട്ടിൽ ചെന്ന് ഇതിനൊരു തീരുമാനമാക്കണം നീ. അതിന് ഋതുവിൻ്റെ കല്യാണം. അവൾ ചുണ്ടു ചുളുക്കി അവനെ നോക്കി. ഹോ, അവൾക്കിതുവരെ കെട്ടിപ്പോകാനായില്ലേ? 2 വിവാഹം കൂടെ ഒന്നിച്ചു നടത്താം എന്ന് നീ പറ. കൂടെയുള്ള 2 പിള്ളേരാവറായി. അയ്യോടാ, എന്താ ഒരു നിഷ്കളങ്കത. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ കുത്തി. ബസ്സിൻ്റെ ഹോണ് കേട്ടു. അയ്യോ, ബസ് ഇപ്പോൾ എത്തും, ഞാൻ പോയി. അതും പറഞ്ഞവൾ ആ ഇടവഴിയിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ഒരിക്കൽ കൂടെ വിവാഹവേഷത്തിൽ ഹരി മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. മുടിയൊന്നുകൂടെ ശരിയാക്കി. ശ്രദ്ധ പോയാലെന്താ, അതിനേക്കാൾ എത്രയോ മികച്ചതാണ് നയന. അവൻ്റെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു. ടേബിളിലിരുന്ന വാച്ച് കെട്ടിയവൻ റൂമിന് പുറത്തേക്കിറങ്ങി. ക്ഷണിക്കപ്പെട്ടു വന്നവരുടെ ഇടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. ദത്തൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. പത്മയുടെയും കാലിൽ തൊട്ടു. ഇഷ്ടമില്ലാതെ കാറിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. മണ്ഡപത്തിൽ കയറിയിരുന്നു. ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. രാജകീയമായി എല്ലാം ഒരുക്കിയിരിക്കുന്നു. അടുത്ത് നയന വന്നിരുന്നത് അറിഞ്ഞ് അവനൊന്ന് മുഖമുയർത്തി നോക്കി. ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായിരുന്നു അവൾ. ഹെവി വർക്കുള്ള ഒറ്റ നെക്ലേസ് മാത്രമേ അവൾ ഇട്ടിരുന്നുള്ളൂ. കയ്യിൽ നിറയെ വളകളും. നയന അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. അവനും ചിരിച്ചു. മുഹൂർത്തമായപ്പോൾ ഉയർന്നു കേട്ട മന്ത്രങ്ങളുടെയും കൊട്ടുകുരവയുടെയും അകമ്പയോടെയോടെ ഹരി നയനയുടെ കഴുത്തിൽ താലി ചാർത്തി. ഒരേ ഒരു ഏട്ടൻ്റെ വിവാഹമായിട്ട് അന്യൻ ഇവിടെ അട്ടവും നോക്കി കിടക്കുവാണ്. താടിക്കും കൈകൊടുത്ത് ശങ്കർ ബദ്രിയെ നോക്കി പറഞ്ഞു. ബദ്രി സിഗരറ്റ് ആഞ്ഞു വലിച്ച് ഊതിവിട്ടു. എന്നാലും നിന്റെ അച്ഛൻ എന്തൊരു സാധനടാ, നിന്നെ വിളിക്കാതെ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല, ബദ്രി അലസമായി പറഞ്ഞു. കിന്നാ, പുളിങ്ങ വേണോ? അച്ചു വന്ന് അവൻ്റെ അടുത്തിരുന്നു. വേണ്ട, നീ തന്നെ കഴിച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് തരാതെ തിന്നെന്ന് പറഞ്ഞ് കരയാനല്ലേ? ബദ്രി എഴുന്നേറ്റ് അവളെ നോക്കി കൈകൂപ്പി. അച്ചു വാപ്പൊത്തി ചിരിച്ചു. പച്ച പുളിയെടുത്ത് ഉപ്പിൽ മുക്കി അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. ബദ്രി പുളി കൊണ്ട് തലയൊന്നു കുടഞ്ഞു. ഇതെന്തിനാ അച്ചു ഈ പൂവ്? അവളുടെ ഇടതയിൽ കണ്ട ചെമ്പരത്തി പൂ കണ്ട് ശങ്കർ കൗതുകത്തോടെ ചോദിച്ചു. ഇതെനിക്ക് ആ ചെടി തന്നതാ, മുറ്റത്തെ ചെമ്പരത്തി ചെടിയെ ചൂണ്ടിയവൾ പറഞ്ഞു. ശങ്കർ അത് കേട്ട് ചിരിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോടാ, ഇടയ്ക്ക് നിനക്ക് ഓരോ സന്ദേശം അയച്ചു തന്നിരുന്ന ഒരു പെണ്ണ്? ശങ്കർ ചിരിയോടെ തന്നെ ചോദിച്ചു. ബദ്രി ഒന്ന് തലയിളക്കി. എങ്ങനെ മറക്കാനാ? അല്ലേ, അവളെ കണ്ടുപിടിക്കാനെന്നും പറഞ്ഞ് നീ എത്ര ഓടിയിട്ടുണ്ട്. അത് കേട്ട് ബദ്രി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. തലക്കടിയിൽ കൈവച്ചവൻ വീണ്ടും ആ തിണ്ണയിൽ മലർന്നു കിടന്നു. അന്നത്തെ ഓരോ പ്രാന്ത്. അവൻ്റെ ചുണ്ടുകൾ ചിരിച്ചു. ഓടിമറിയുന്ന ദിവസങ്ങളെ എണ്ണി എണ്ണി കാത്തിരുന്ന് അവസാനം ആ ദിവസം എത്തി. ഇച്ചു ടെൻഷനടിച്ച് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുകയാണ്. നെഞ്ച് വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. നൈഷുവിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ മാത്രം ചെവിയിൽ മുഴങ്ങി കേൾക്കാം. അവൻ്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെയും നൈഷുവിൻ്റെയും ഉമ്മമാരോട് മാത്രം കാര്യം വിളിച്ചു പറഞ്ഞു. അവർ രണ്ടുപേരും പ്രാർത്ഥനയിലാണ്. ബദ്രിയും ശങ്കറും അപ്പവും അവിടെയുണ്ട്. അച്ചു ദേവകിയമ്മയുടെ കൂടെ വീട്ടിലാണ്. ഇച്ചുവിൻ്റെ ടെൻഷനേക്കാൾ ഏറെ ടെൻഷൻ ബദ്രിക്കായിരുന്നു. അവൻ്റെ മുഖം ചുളിയുന്നത് കണ്ട് ശങ്കർ അവനെ തട്ടി വിളിച്ചു. എന്താടാ, നിനക്കാണോ പ്രസവവേദന? അല്ലടാ, അച്ചു. അവളും. അവൻ ടെൻഷനോടെ ശങ്കറിനെ നോക്കി. ഇതൊക്കെ വയറ്റിൽ ഒരു കൊച്ചിനെ കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ശങ്കർ സ്വകാര്യമായി പറഞ്ഞതും ബദ്രി അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഇച്ചുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ തോളി തട്ടി. ഒന്നും ഉണ്ടാവില്ലടാ. അവൻ്റെ ആശ്വാസവാക്ക് കേട്ടപ്പോൾ ഇച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നൈഷാന. ലേബർ റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ വന്ന് നഴ്സ് വിളിച്ചു. ഇച്ചു അങ്ങോട്ട് ഓടി. പിന്നാലെ ബദ്രിയും ചെന്നു. സിസ്റ്റർ, നൈഷു. ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തല്ലോ അല്ലേ? അതൊക്കെ ചെയ്തു. ബദ്രിയാണ് മറുപടി കൊടുത്തത്. അവർ ഒന്ന് തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി. ഇച്ചുവിന് എന്തെന്നില്ലാത്ത ടെൻഷനായി. വല്ലാതെ വിയർക്കുന്നു. നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. നൈഷാനയുടെ കൂടെയുള്ളതാരാ? മറ്റൊരു നഴ്സ് വന്നു. ഇച്ചു പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കി. അവരുടെ കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞ്. അവൻ ധൃതിയിൽ അവർക്കടുത്തേക്ക് ചെന്നു. പെൺകുഞ്ഞാണ്. അത് കേട്ടതും ഇച്ചു തിരിഞ്ഞ് ബദ്രിയെ നോക്കി പുഞ്ചിരിച്ചു. വാങ്ങിക്കടാ. ശങ്കർ അവൻ്റെ തോളിൽ തട്ടി. ഇച്ചു വിറക്കുന്ന കൈകളോടെ മോളെ വാങ്ങി. ഒരു മുയൽക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കണ്ണടച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിപ്പെണ്ണ്. സിസ്റ്റർ, നൈഷു? ഇച്ചു നെഞ്ചെടുപ്പോടെ ചോദിച്ചു. മയക്കത്തിലാണ്, കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അതും പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. അവൻ ആശ്വാസത്തോടെ മോളെ നോക്കി. ഇച്ചു കുഞ്ഞിനെയും കൊണ്ട് ബദ്രിക്കടുത്തേക്ക് ചെന്നു. മോളാടാ. കുഞ്ഞിനെ അവൻ ബദ്രിക്ക് നേരെ നീട്ടി. ബദ്രി മടി കൂടാതെ ആ കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്തു. ഒരു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ. ബദ്രി അവരുടെ കുഞ്ഞിക്കാലിൽ ശ്രദ്ധയോടെ ചുണ്ടു ചേർത്തു. പേര് കണ്ടുവച്ചിട്ടുണ്ടോടാ? ശങ്കർ ചോദിച്ചു.
ഇച്ചു ചിരിച്ചു. മോളുടെ ചെവിയിലേക്ക് ചുണ്ടു ചേർക്കാൻ ഒരുങ്ങിയതും അപ്പു അവനെ പിടിച്ചു മാറ്റി. കുഞ്ഞാവയ്ക്ക് പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് മതി. എന്ത് പേര്? 3 പേരും കൂടെ ചോദിച്ചു. അപ്പു മോളുടെ കയ്യിൽ അവൻ്റെ ചെറുവിരൽ കോർത്തു. കുഞ്ഞിക്കൈയിൽ ഉമ്മ വെച്ചു. അനാർക്കലി. വാവേ, കുൽസ് വാവേ. പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ വിരൽ കൊണ്ട് തൊട്ട് അപ്പു വിളിച്ചു. പെണ്ണ് ഇടക്കൊന്ന് കണ്ണു തുറക്കും, അപ്പുവിനെ നോക്കും, പിന്നെ ചിണുങ്ങിക്കൊണ്ട് കണ്ണടയ്ക്കും. റൂമിലേക്ക് മാറ്റിയതിനു ശേഷം അപ്പു കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. ഇച്ചു നൈഷുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാവയും അപ്പുവിനെ നോക്കി നെടുവീർപ്പിട്ടു. ഞാൻ ഒരുപാട് പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചു പറയുന്നത് കേട്ട് നൈഷു മെല്ലെ ഒന്ന് ചിരിച്ചു. അപ്പു കണ്ടുപിടിച്ച പേര് എനിക്കിഷ്ടായി. നൈഷു പറയുന്നത് കേട്ട് ഇച്ചു ചുണ്ടുകൊട്ടി. ഇച്ചുക്ക, കുൽസ് എന്ന് വിളിച്ചാൽ മതി വാവയെ. പോടാ, നീ വേണേ വിളിച്ചോ. എൻ്റെ മോളെ ഞാൻ അനുമോളേന്ന് വിളിക്കും. നൈഷുത്ത, നിങ്ങളുടെ കെട്ടിയോൻ തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. കുറച്ച് ഡിഫറെൻ്റായി ചിന്തിക്കോ. അപ്പു ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് പറഞ്ഞു. പോടാപ്പ. ഇച്ചു അവൻ്റെ തലക്ക് ഒരു കൊട്ടു കൊടുത്തു. അപ്പോഴേക്കും വാവ കരയാൻ തുടങ്ങി. ഇച്ചു ചെന്ന് മോളെ മെല്ലെ എടുത്തു. നൈഷുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾക്ക് വിശക്കുന്നുണ്ടാവും, നീ പാല് കൊടുക്ക്. ഉമ്മാക്കും ഐഷുമാക്കും വിളിച്ചു പറഞ്ഞു ഇച്ചുക്ക. പറഞ്ഞിട്ടുണ്ട്, രണ്ടാളും നാളെ വരൂ. നീ എൻ്റെ കുൽസുപ്പെണ്ണിന് പാല് കൊടുക്ക്. അവൻ അവൾക്കടുത്തിരുന്നു. അപ്പു ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ശങ്കർ വീട്ടിൽ പോയി. ബദ്രി മെഡിസിൻ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പു റൂമിന് പുറത്തെ ചെയറിലിരുന്നു. അപ്പോഴേക്കും ബില്ലൊക്കെ അടിച്ച് മരുന്ന് വാങ്ങി ബദ്രി വന്നു. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്? ഇത്ത കുൽസുവിന് പാല് കൊടുക്കുക. അപ്പു ഫോണിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞു. ബദ്രി അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്തോ ഓർത്ത പോലെ ഫോൺ എടുത്ത് ദേവകിയമ്മയെ വിളിച്ചു. രാവിലെ വന്നതാണ് ഇങ്ങോട്ട്. ഇടയ്ക്ക് വിളിച്ചു നോക്കിയപ്പോൾ ചായയൊക്കെ കുടിച്ചെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് സംഘടിപ്പിക്കാനും അതിനുമായിരുന്നു ഓട്ടം. നേരം സന്ധ്യയായപ്പോഴാണ് നൈഷുവിനെ റൂമിലേക്ക് മാറ്റിയത്. ശങ്കർ വീട്ടിൽ പോയിട്ട് വന്നിട്ട് വേണം ബദ്രിക്ക് വീട്ടിൽ പോവാൻ. ഹലോ മോനെ. ദേവകിയമ്മ കാൾ അറ്റൻഡ് ചെയ്തപ്പോൾ ബദ്രി ചെയറിൽ ചാരിയിരുന്നു. അമ്മേ, അച്ചു എവിടെ? ഇവിടുണ്ട്. മോൻ വരുന്നത് നോക്കി ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അവിടെ കുഞ്ഞിനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, 2 പേരെയും റൂമിലേക്ക് മാറ്റി. പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? നൈഷുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാമോ? അവൾക്കൊരു സഹായത്തിന് വേറെ ആരും? ബദ്രി പാതിയിൽ പറഞ്ഞു നിർത്തി. അതിനെന്താ മോനെ, ഞാൻ നിന്നോളാം. അല്ല, അമ്മയുടെ ഹസ്ബൻഡ്? അദ്ദേഹത്തിന് മനസ്സിലാവും. മോൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചതല്ലേ? അത് കേട്ടപ്പോൾ അവരൊന്ന് ആശ്വസിച്ചു. പിന്നെ മോനെ, മോൾക്ക് ഫോൺ കൊടുക്കണോ? അയ്യോ വേണ്ട. പിന്നെ കരച്ചിലായി, പരിഭവം പറച്ചിലായി, എല്ലാം നേരിട്ട് കേട്ടോളാം. ഞാൻ ഇപ്പോൾ വരാം. അതും പറഞ്ഞവൻ ചിരിയോടെ ഫോൺ കട്ടാക്കി.